Good morning to all. Today's class we can discuss about difference between marginal costing and absorption costing, the assumptions and advantages, and also we discuss the limitations of marginal costing. Now, so first we move on the topic difference between marginal costing and absorption costing. The difference may be classified into different bases. The first we move on the first point, that is charging of cost. In case of absorption costing, the charging of cost means all the cost can be charged. That means absorption costing, both the fixed and variable cost can be charged. In case of marginal costing, in the marginal costing we can only consider a variable costing. The fixed cost can be also ignored or excluded in case of marginal costing. So ചാർജിങ്ങിൻ്റെ കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിൻ്റെ കേസസിൽ നമ്മൾ ബോത്ത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ടേക്ക് ചെയ്യും. ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ഓൺലി ദ വാരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. ദ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൻ്റെ കേസസിൽ the stock of finished goods and work in progress are valued to the total cost. That means നമ്മുടെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും അതേപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസ്സിലുള്ള പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും കൂടി നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിൽ ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് വാല്യൂ ചെയ്യും. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് പ്ലസ് വർക്കിംഗ് പ്രോഗ്രസ്സും നമ്മൾ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓൺലി. ദാറ്റ് മീൻസ് മാർജിനൽ കോസ്റ്റിലുള്ള സ്റ്റോക്കും വർക്ക് ഇൻ പ്രോഗ്രസ്സും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ വാരിയബിൾ കോസ്റ്റിൽ വരുന്ന സ്റ്റോക്ക് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇൻ കേസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റിലും, അതായത് ഫിക്സഡും വാരിയബിൾ കോസ്റ്റിലും വരുന്ന സ്റ്റോക്കും അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റും നമ്മളിതിൽ കൺസിഡർ ചെയ്യും. The third point is basis of decision. The profit in the basis of decision making, it is a difference between sales and cost of goods. That means നമ്മുടെ പ്രോഫിറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻലി ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ദ ഡിസിഷൻ ഈസ് ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് എ പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദാറ്റ് മീൻസ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണല്ലോ. സോ നമ്മൾ പ്രോഫിറ്റിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് ആണ് നമ്മൾ പ്രോഫിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ദ ഡിസിഷൻ ആർ ബേസ്ഡ് ഓൺ ദ കോൺട്രിബ്യൂഷൻ ദ എക്സസ് ഓഫ് സെയിൽസ് ഓഫ് ദ വാരിയബിൾ കോസ്റ്റ്. ദാറ്റ് മീൻസ് ദ മാർജിനൽ കോസ്റ്റിൻ്റെ കേസസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ്റെ ബേസിസിലാണ് ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത്. മറ്റേ അബ്സോർപ്ഷനിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, പ്രോഫിറ്റിൻ്റെ ബേസിസിലാണെന്ന് പറഞ്ഞു. ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ദ ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് എ കോൺട്രിബ്യൂഷൻ. ദ കോൺട്രിബ്യൂഷൻ മീൻസ് ദ എക്സസ് ഓവർ ദ വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് എക്സസ് ഓവർ ദ വാരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ കോസ്റ്റ്. ദാറ്റ് മീൻസ് ദ അപ്പോർച്ച്മെൻറ്റ് ഓഫ് profit. The apportionment of fixed cost is a arbitrary basis which may be result is under or over absorption of costing. That means നമ്മുടെ അപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് ആർബിട്രറി ബേസിസിലാണ് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിലാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. ദാറ്റ് മീൻസ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് കോസ്റ്റിംഗ് ഡസ് നോട്ട് അറൈസ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് വരാനായിട്ടുള്ള ചാൻസസ് ഇല്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫക്റ്റ് ഓൺ കോസ്റ്റ് പെർ യൂണിറ്റ്. ദാറ്റ് മീൻസ് വെൻ ദ പ്രൊഡക്ഷൻ ഇൻക്രീസസ് കോസ്റ്റ് പെർ യൂണിറ്റ് റെഡ്യൂസസ്. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് ദ സെയിം അറ്റ് ദ ഓൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് എന്താണ്, നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് മീൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ സെയിം. കോസ്റ്റ് നമ്മുടെ റിമെയിൻ സെയിം ആയിട്ട് നിൽക്കും ഓൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഏതൊരു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അവിടുത്തെ കോസ്റ്റ് എപ്പോഴും സെയിം ലെവലായിട്ട് തന്നെ നിൽക്കും. ദ നെക്സ്റ്റ് ഈസ് പർപ്പസ്. ദ പർപ്പസ് മീൻസ് ദ ലോങ് ടേം pricing policy and cost. That means absorption
അസംപ്ഷൻ കോസ്റ്റിംഗ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ലോങ് ടൈം പ്രൈസിംഗ് പോളിസി ആൻഡ് കോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ദാറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, കൺട്രോൾ ഓർ ഷോർട്ട് റൺ. അപ്പോൾ മെയിനായിട്ട് നോക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് എംഫസിസ്. എംഫസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ലേസ് ഡൗൺ ദ എംഫസിസ് ഓൺ പ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്? എംഫസിസിൽ പറയുന്നത് ലേസ് എംഫസിസ് ഓൺ പ്രൊഡക്ഷൻ. ഇറ്റ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിലാണ്, പ്രൊഡക്ഷനിലാണ്. ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിലാണെങ്കിൽ ഇറ്റ് മെയിൻലി എംഫസിസ് ഓൺ സെയിലിംഗ് ആൻഡ് പ്രൈസിങ് ആസ്പെക്ട്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ സെല്ലിങ്ങും പ്രൈസിങ് ആസ്പെക്റ്റിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിൽ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ ദ പ്രൊഡക്ഷൻ. അതാണ് ഈ മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റിങ്ങും അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ പറയുന്നത് നേച്ചർ ഓഫ് കോസ്റ്റ് കൺസിഡർ ആണ് പറയുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കേസസിൽ നമ്മൾ പറഞ്ഞു വാരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യും. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ അതാണ് പറയുന്നത് ചേഞ്ചസ് ഇൻ വാരിയബിൾ കോസ്റ്റ് ആർ ഓൺലി ദ സ്റ്റഡീഡ്, അതായത് വാരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യുള്ളൂ. ഈ ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ബോത്ത് ദ ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. ദിസ് ഈസ് ദ ഫസ്റ്റ് നേച്ചർ ഓഫ് കോസ്റ്റ് ടു ബി കൺസിഡർ. ദ സെക്കൻഡ് പോയിന്റ് ഈസ് സ്കോപ്പ്. ദ മാർജിനൽ കോസ്റ്റ് സ്കോപ്പ് ഈസ് വെരി നാരോ കമ്പയർഡ് ടു differential costing. Differential costing scope is wide compared to marginal cost. That means scope is narrow in marginal cost and widen in the differential cost. The third point is measurement of performance. In case of marginal costing, the performance is judged by the contribution and PV ratio. The marginal costing കേസിൽ പെർഫോമൻസ് ജഡ്ജ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ്റെയും അതേപോലെ തന്നെ PV റേഷ്യോൻ്റെയും ബേസിസിലാണ്. ഇൻ കേസ് ഓഫ് ഡിഫറൻഷ്യൽ കോസ്റ്റിലാണെന്നുണ്ടെങ്കിലോ the performance is judged by comparing the differential cost and incremental revenue. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റിൽ പെർഫോമൻസ് ജഡ്ജ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റിൻ്റെയും അതേപോലെ തന്നെ ഇൻക്രിമെൻ്റൽ റവന്യൂൻ്റെയും ബേസിസിലാണ്, അതിൻ്റെ ഡിഫറൻസിൻ്റെ ബേസിസിലാണ് പെർഫോമൻസ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റിൽ പറഞ്ഞത് കോൺട്രിബ്യൂഷൻ്റെയും PV റേഷ്യോൻ്റെയും ബേസിസിലും, ഡിഫറൻഷ്യൽ കോസ്റ്റിൽ പറഞ്ഞത് എന്താണ്? കോസ്റ്റിൻ്റെയും ഇൻക്രിമെൻ്റൽ റവന്യൂൻ്റെയും ബേസിസിലാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്രഷനാണ് പറയുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ പെർ യൂണിറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ടോട്ടൽ നോക്കിയിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ പെർ യൂണിറ്റ് നോക്കും, ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ടോട്ടൽ യൂണിറ്റാണ് നോക്കാം. നെക്സ്റ്റ് യൂസാണ് പറയുന്നത്. മാർജിനൽ കോസ്റ്റിൻ്റെ കേസസിൽ ഇറ്റ് യൂസ് ഇൻ ഷോർട്ട് റൺ ഡിസിഷൻ മേക്കിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് മെയിൻലി യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിൻ്റെ കേസസിൽ ഇറ്റ് മെയിൻലി യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് ബോത്ത് ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോത്ത് ലോങ് റൺ ആൻഡ് ഷോർട്ട് റണ്ണിലേക്ക് ഇത് യൂസ് ചെയ്യും. നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിലാണെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഡിസിഷൻ മേക്കിങ്ങിനാണ് ടേക്ക് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ കോസ്റ്റിങ് ബോത്ത് ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റണ്ണിൻ്റെ ഡിസിഷൻസ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. സോ ദിസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് വേഴ്സസ് differential costing. So next we move on the point assumptions of marginal costing. Assumptions of marginal costing. The marginal costing techniques is based on a number of assumptions. The important assumptions are following. The first one is all costs can be divided into two categories. That means fixed and variable. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ കോസ്റ്റും നമുക്കറിയാം 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ അത് ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും വരുന്നുണ്ട്. The second is the fixed cost remain constant at all level of activity. നമ്മൾ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദർ ഇസ് എ നോ ചേഞ്ചസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ചേഞ്ചസ് ഉണ്ടായിരിക്കില്ല. ദാറ്റ് മീൻസ് ദ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് all level of activity. All level of activities fixed cost remaining same or constant ആയിരിക്കും. ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയിക്കോട്ടെ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. The third point is the total variable cost are vary, but variable cost per unit does not vary. That means total variable cost vary ചെയ്യും, but
variable cost per unit cannot be varied. അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും പെർ യൂണിറ്റ് വാരിയബിൾ കോസ്റ്റിൽ എന്ത് വരില്ല, ഡു നോട്ട് വാരി, വേരിയേഷൻസ് വരില്ല, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ നെക്സ്റ്റ് ഈ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. അതായത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയായിരിക്കും, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് at different levels of activity. The next one is the price of material, rate of labor, etc. remain unchanged. That means price of material or rate of labor charges ഒന്നും ചേഞ്ചസ് വരില്ല, it remains unchanged. The next is volume of production is of only the factor which influence the cost. അതായത് കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ, ഓൺലി ദ ഫാക്ടർ ഈസ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി ഫാക്ടർ എന്താണ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ഓൺലി ഫാക്ടർ വിച്ച് അഫക്റ്റ് ഓർ ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ്. The next is there is a no stock. In case of marginal costing and variable cost, there is a no stock. These are the main assumptions of managerial cost and variable costing. So next we move on the importance or advantages of managerial costing. In managerial costing is a important tool in the hand of management. It is useful to management take a better decision. So benefit or uses of managerial costing can be described below. The first point is easy and simple. The managerial costing techniques is a simple to understand and easy to operate. There is a no problem of apportionment of fixed asset. സോ മാനേജറിയൽ കോസ്റ്റിംഗ് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും ഈസി ടു അണ്ടർസ്റ്റാൻഡുമാണ്. അതേപോലെ തന്നെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫിക്സഡ് കോസ്റ്റിൻ്റെ അപ്പോർച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. സോ ബിക്കോസ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. The next is simple valuation of stock. The stock can be valuated easily. This is because stock is valued on the basis of marginal cost. മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് ഈസിലി വാല്യൂ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോക്ക് ക്യാൻ ബി ഈസിലി വാല്യൂഡ് ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് മാനേജറിയൽ കോസ്റ്റ്. The next is better cost of control. The better cost of control means it is possible to control more effective when it is classified into fixed and variable components. The management can be concentrate more on controlling variable costs. Thus the managerial cost facilitate cost control and cost reduction. That means നമ്മൾക്ക് ബെറ്റർ കോസ്റ്റ് കൺട്രോൾ നമുക്ക് മാനേജറിയൽ കോസ്റ്റ് വഴി പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് മാർജിനൽ കോസ്റ്റ് നമ്മുടെ കോസ്റ്റ് കൺട്രോളിനും കോസ്റ്റ് റിഡക്ഷനും നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് ബെറ്റർ കോസ്റ്റ് കൺട്രോൾ മെഷറാണ് മാനേജറിയൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് അസൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി show the comparative profitability for various products in this way to help the planning future production and sales. That means നമ്മൾക്ക് വേരിയസ് പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ്സ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഫ്യൂച്ചർ പ്ലാനിങ് നടത്താനായിട്ട് പറ്റും. ബിക്കോസ് ഓഫ് പ്രൊഡക്ഷൻ്റെയും സെയിൽസിൻ്റെയും ബേസിസിലുള്ള ഫ്യൂച്ചർ പ്ലാനിങ് നടത്താനായിട്ട് നമുക്ക് ഇതുവഴി പറ്റും. സോ അതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് പറയുന്നത്. അസൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേരിയസ് പ്രൊഡക്റ്റുമായിട്ടുള്ള കമ്പാരിസൺ പോസിബിളാണ്. കമ്പാരിസൺ പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫ്യൂച്ചർ അസേർട്ടൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എത്രത്തോളം പ്രൊഡക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സെയിൽസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ആ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് നോ പ്രോബ്ലം ടു അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ദാറ്റ് മീൻസ് ആസ് എ ഫിക്സഡ് കോസ്റ്റ് ആർ കംപ്ലീറ്റ്ലി ഇഗ്നോർഡ്. The problem of under and over assumption of overhead does not arises. നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിക്സഡ് കോസ്റ്റ് ടോട്ടലി ഇഗ്നോർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. സോ
അങ്ങനെ ടോട്ടലി നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓവർ ഹെഡ്സ് ഉണ്ടാവില്ല. സോ അത് അറൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നോ പ്രോബ്ലം അണ്ടർ ദ ഓവർ ഓർ under absorption of overheads. The next is it helps in profit planning. The marginal costing helps in profit planning because the technique of marginal costing provide idea relating the cost volume profit relationship. So ഇതിൻ്റെ അകത്ത് നമുക്ക് CVP റിലേഷൻഷിപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ബെസ്റ്റ് പ്രോഫിറ്റ് പ്ലാനിങ്ങിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ വി ക്യാൻ ഗെറ്റ് എ ബെറ്റർ മാനേജറിയൽ ഡിസിഷൻ. അപ്പോൾ അതാണ് പറയുന്നത് ദിസ് ടെക്നിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് പ്രൊവൈഡ് എ ഡാറ്റ റിലേറ്റിംഗ് ടു കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്. സോ ഇറ്റ് ലീഡ്സ് ടു എ ഗുഡ് പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് ഓൾസോ ഹെൽപ്സ് ടു ഗെറ്റ് എ ഗുഡ് മാനേജറിയൽ ഡിസിഷൻസ്. ദ നെക്സ്റ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ മാനേജറിയൽ കോസ്റ്റിംഗ് വി ക്യാൻ മെയിൻലി യൂസ്ഡ് ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. സോ ഡിസിഷൻസ് ടേക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻലി മാനേജറിയൽ കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് പ്രൈസിംഗ് പോളിസീസ്. ദ പ്രൈസിംഗ് പോളിസീസ് മീൻസ് the managerial costing is very helpful in fixing selling price under the different situations like recession, depression, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്ട്സ് എക്സെട്ര. അതായത് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ, അതായത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾക്ക് ഒരു നല്ലൊരു പ്രൈസിങ് പോളിസീസ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ദ ടോപ്പിക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. നമുക്കറിയാം എന്തൊരു അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും they have also a limitations or disadvantages. The first disadvantages is difficulty in separating cost. That means നമ്മൾ പറഞ്ഞു we can consider only the variable cost in case of marginal costing. The fixed cost can be totally ignored in case of marginal costing. So this separation, that means fixed cost and variable cost separate ചെയ്യാനുള്ള process, it is a difficult. In a difficult to classify all the cost into fixed cost and variable elements. അതായത് നമുക്ക് കോസ്റ്റിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. ദിസ് ഈസ് ദ വൺ ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. The second is difficulty in application. In this difficulty to apply the techniques of marginal costing contract, shipbuilding, etc., where the value of work in progress in the high relation in turnover, marginal costing is not applicable in capital intensive industries where fixed costs are very high. Difficulty in application പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഹൈ ആയിരിക്കും. സോ അത് നമ്മൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഇതിൻ്റെ അകത്ത് ടോട്ടലി ഇഗ്നോർ ചെയ്യാണ്. സോ ഹൈലി ഈ ടേൺ ഓവറുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ യൂസ് ഫിക്സഡ് കോസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് അപ്ലൈ ചെയ്യാന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. ദ നെക്സ്റ്റ് ഈസ് അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ പറയുന്നത് under managerial costing, stock is valued at marginal costing. The value of stock does not include fixed cost. Hence, the value of stock less than the true value. Whenever the lost stock cannot be recovered in full form of insurance company. Moreover, P&L account does not show the true profit. Under valuation of stock എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ടോട്ടലി ഇഗ്നോർ ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് നമ്മുടെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ നമ്മൾ സ്റ്റോക്കിൻ്റെ ബേസിസിലായിരിക്കും മാനേജറിയൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ P&L അക്കൗണ്ടിലൊന്നും നമുക്ക് ട്രൂ പ്രോഫിറ്റ് കാണാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഷോ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഷോർട്ട് റൺ അനാലിസിസ്. ഷോർട്ട് റൺ അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മാനേജറിയൽ കോസ്റ്റ് മെയിൻലി യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിനാണ്. ബട്ട് അത് നമ്മൾ എന്തിനാണ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ ഈ ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത്. സോ മാനേജറിയൽ കോസ്റ്റിങ്ങിൽ പറയുന്നത് എന്താണ്? ദ ഡിസിഷൻസ് ആർ ടേക്കൺ ഫോർ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത്. സോ ഇതാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ ഷോർട്ട് റൺ അനാലിസിസ്. The next is time factor ignored.
ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഇറ്റ് ഇഗ്നോർ ടൈം ഫാക്ടർ കംപ്ലീറ്റ്ലി. നമ്മൾ ടൈം ഫാക്ടർ കംപ്ലീറ്റ്ലി ഇത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് 2 ജോബ്സ് നമ്മൾക്ക് ഈക്വൽ ടു കമ്പയർ ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് റോങ് ബേസിസ് ഫോർ പ്രൈസിങ്. അതായത് നമ്മുടെ പ്രൈസിങ്ങിൻ്റെ ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, റോങ്ലി ആണ്. ബിക്കോസ് ഓഫ് നമ്മൾ പറഞ്ഞു നമ്മൾ സെയിൽസ് ആണ് മെയിൻലി ടേക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് റോങ് ബേസിസിലാണ് നമ്മൾ പ്രൈസിങ് നടത്തുന്നത്. The next point is more emphasis on sales. That means marginal costing is give more importance to selling function. That means production function is also equally important. നമ്മുടെ മാനേജറിയൽ കോസ്റ്റിങ്ങിൽ നമ്മൾ മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെല്ലിംഗ് ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷന് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഒരു ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ ബോത്ത് ദ സെല്ലിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിൽ മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, സെല്ലിംഗ് ഫംഗ്ഷനിൽ മാത്രമാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമ്മുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. കാരണം സെല്ലിംഗ് ആൻഡ് പ്രൊഡക്ഷൻ നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫീൽഡാണ്. സെല്ലിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയും. ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, മാർജിനൽ കോസ്റ്റിങ്ങും ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റിൻ്റെ അസംഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.